നമസ്കാരം. IPLന്റെ പ്ലേ ഓഫിനായുള്ള പോരാട്ടങ്ങൾ ചൂടുപിടിക്കവെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനം വന്നത്. ബുധനാഴ്ച വൈകിട്ടത്തോടെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ താൻ വിരമിക്കുകയാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കൂടി ഉണ്ടായത്. ഏകദിന ക്രിക്കറ്റിൽ തുടർന്നും കളിക്കുമെന്നും രോഹിത് അറിയിക്കുകയും ചെയ്തു. അടുത്ത മാസം ഇന്ത്യയുടെ കടുപ്പമേറിയ ഇംഗ്ലണ്ട് പര്യടനം വരാനിരിക്കുകയാണ്. അവിടെ 5 ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇന്ത്യൻ ടീം കളിക്കാനിരിക്കുന്നത്. ഈ പരമ്പരയിൽ കൂടി ടീമിനെ രോഹിത് തന്നെ നയിക്കുമെന്നും ഇതിന് ശേഷമായിരിക്കും റെഡ് ബോൾ ക്രിക്കറ്റിൽ ഭാവിയെക്കുറിച്ച് തീരുമാനിക്കുകയെന്നുമായിരുന്നു സൂചനകൾ. ഇതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള രോഹിത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായത്. ഇപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ലോകകപ്പ് വിജയങ്ങൾ ഉൾപ്പെടെ ഒരുപാട് വലിയ നേട്ടങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന് സമ്മാനിച്ച ക്യാപ്റ്റനായിട്ടും രോഹിത്തിനോട് BCCI നന്ദിയേട് കാണിച്ചു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥന BCCI തള്ളിയതായും ഇതാണ് പെട്ടെന്നുള്ള വിരമിക്കലിന് പിന്നാലെയുള്ള കാരണമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. രോഹിത് ശർമ്മയുടെ പെട്ടെന്നുള്ള വിരമിക്കലിന് BCCIക്കും തന്നെ സെലക്ഷൻ കമ്മിറ്റിക്കുമെല്ലാം വ്യക്തമായ പങ്കുണ്ടെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു. യഥാർത്ഥത്തിൽ അടുത്ത ഇംഗ്ലണ്ട് പര്യടനത്തിന് കൂടി ടെസ്റ്റിൽ കളിക്കാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും BCCI ഇത് തള്ളുകയായിരുന്നു. അതോടെ മറ്റു ഓപ്ഷനുകളില്ലാതെ തന്റെ റെഡ് ബോൾ കരിയറിന് തന്നെ വിരാമമിട്ട് അദ്ദേഹം നിർബന്ധിതനായിരുന്നു. ടെസ്റ്റ് ടീമിന്റെ നായകന സ്ഥാനം ഒഴിഞ്ഞ് രോഹിത് ശർമ്മ തന്നെ സ്വയം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച സെലക്ടർമാരുമായി അദ്ദേഹം സംസാരിക്കുകയും മറ്റ് ഓപ്ഷനുകളിലേക്ക് നോക്കുന്നതായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇംഗ്ലണ്ട് പര്യടനത്തിലെ ആദ്യത്തെ 2 ടെസ്റ്റുകളിൽ ബാറ്റർ എന്ന നിലയിൽ സ്വയം ഒന്ന് പരീക്ഷിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ഈ ഐഡിയയോട് സെലക്ടർമാർ താല്പര്യം കാണിച്ചില്ലെന്നും BCCIയുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വെളിപ്പെടുത്തി. ടെസ്റ്റ് ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ സമീപകാലത്തെ പ്രകടനം വളരെയധികം മോശമായിരുന്നു. ഓസ്ട്രേലിയയുമായി അവസാനം കളിച്ച ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ 5 ഇന്നിംഗ്സുകളിൽ വെറും 6.2 മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശരാശരി. മോശം ഫോമിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതോടെ തന്നെ 5ാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ നിന്നും രോഹിത് സ്വയം പിന്മാറുകയും ചെയ്തിരുന്നു. ടെസ്റ്റ് ടീമിലെ തന്റെ സീറ്റ് കാത്തു സൂക്ഷിക്കാൻ സാധിക്കാതെ വന്നതോടെ ഇപ്പോൾ അദ്ദേഹത്തിന് സ്വയം പുറത്തു പോവേണ്ടി വരികയും ചെയ്തിരിക്കുകയാണ്. അവസാനത്തെ റെഡ് ബോൾ സീസണിൽ 17 ഇന്നിംഗ്സുകളിൽ വെറും 11.47 മാത്രമായിരുന്നു രോഹിത്തിന്റെ ടെസ്റ്റ് ശരാശരി. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹം ഫോമിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും റെഡ് ബോളിൽ ഇതായില്ല. ഇതോടെ വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിന് രോഹിത് വേണ്ടെന്ന ഉറച്ച തീരുമാനം BCCI എടുത്തു. 2 ഓപ്ഷനുകളാണ് രോഹിത്തിന് മുന്നിൽ BCCI വെച്ചത്. ഒന്നുകിൽ ഇംഗ്ലണ്ട് പര്യടനത്തിനുടനീളം തന്നെ ടീമിനെ നയിക്കുക, അല്ലെങ്കിൽ വിരമിക്കുക. ഇതിൽ രണ്ടാമത്തതാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഇംഗ്ലണ്ട് പര്യടനത്തിനുടനീളം തന്നെ തന്റെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകാൻ രോഹിത്തിനോട് BCCI ആവശ്യപ്പെട്ടിട്ടുണ്ട്.